തന്നെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാൽ കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആരുണ്ട്? എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂൾ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാന്നാ പറഞ്ഞത്. അങ്ങനാണോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. ഇന്നലെ പിന്നെ തലേദിവസം എല്ലാവരും ചെറുപാലം കഴിച്ചിട്ട് കടന്നാ പോരായിരുന്നോ? അപ്പൊ നല്ലൊരു പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്താ? അതിനകത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഓ ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു. ഇത് മാർക്ക് നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചത് നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അത് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈനാണോ? മാർക്ക് കുറവായത് കൊണ്ട് അവിടെ ഈ ഷൂ എഴുതി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാളാ. നിന്റെ അച്ഛൻ്റെ ഒപ്പം ഒപ്പം നോക്കട്ടെ. നീ നല്ല പഴുതാര പോകുന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛനിട്ടു സൂപ്പർ ഒപ്പടാ. അവിടെ ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് വരാ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റോടാ പന്നിനാ. നിങ്ങളുടെ അച്ഛൻ സൂപ്പറാണ്. അല്ലെന്ന് പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാ ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്തോ ഇത്? ബുധനാഴ്ച പറഞ്ഞ ബുധനാഴ്ച ആയിരുന്നല്ലോ, ഞാനത് മറന്നുപോയി. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? ഒന്നല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുവോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ഇല്ല അവൻ ടൂറ് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനെ ഉണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തുണ്ടോ? പ്രസന്ന സാർ എന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ചിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? ഇവിടെ ഈ ക്ലാസ്സിലെ സഞ്ചിത ഉണ്ടോ? സഞ്ചിത? സഞ്ചിതല്ല. അത് ടൂറ് പോയി കൊടുത്തില്ല. വരുന്നുണ്ടോ? വരുന്നില്ല. സാറ് വയ്ക്കോ? ഞാൻ ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. വരുന്നുണ്ടോ ഈ ക്ലാസ്സിലെ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. അത് പറയണം. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ. അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലയോ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലോ? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫില്. നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി സാറേ. വാർപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിരിയെ വിളിക്കുന്ന പേരാ തറ. ശരി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയോ? വന്നോടാ മോനെ. പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണ്. അതിന് മണ്ടക്കിന് ചൂട് ഇരിപ്പുണ്ട്. പോയിട്ടുണ്ട്. നിനക്ക് വിഷയം അറിയണോ? എന്തു വന്നില്ലേ? ഇവിടെ വിഷയം പറഞ്ഞോളൂ സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ വിഷയം? വല്ലാത്ത ഞാൻ മറന്നിട്ടില്ല. നിനക്ക് അതിന് അടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ എടുത്തോണ്ട്? ഗ്രാമർ മലയാളത്തിലെ ഗ്രാമർ എടുത്തോ? ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്ന കേൾക്ക്. രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശു അല്ലയോ തൊഴിച്ചേ? കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. തൊഴിച്ചെന്നോ? എടാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മം എന്നാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണി കഴിഞ്ഞിട്ട് കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം ഇവരോട്. ഒരു അടിയാനൊക്കെ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്തുകൊണ്ട് സംസാരിക്കരുത്. പറയാനൊന്നും കേൾക്കരുത്.
അതിനപ്പുറത്ത് കയറി സംസാരിച്ചോളൂ. കേകയുടെ ലക്ഷണം പറയടാ. അഖില് പറ. ആ 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. അയ്യോ, പിന്നെ മാനിനെ പോലെ കൊമ്പുണ്ട്. കേഴയല്ല, കേക. കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് വിട്ടോടാ. ഇല്ല, കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 2 എന്നെയും കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. 11 വേണം. ഒരുത്തവിന്റെ കേകയാ. അത് പറ. ഹിന്ദി പുസ്തകം എടുത്ത് വെച്ചേ. ആവോ മിൽക്കർ ഗായക ഗീതം എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാ അതവിടെ. ആവോ മിൽക്കർ ഗായേ ഗീത് ബെഡായേ ഗീത്, ഗായേ ഗീത് ബെഡായേ ഗീത്, ആവോ മിൽക്കർ ഗായേ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. എന്തിനാന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയം കൊണ്ടൊന്ന് ഓട്ടം തുള്ളലാക്കിയത് പോയി. എന്റെ ഒരു ഓട്ടം തുള്ളലെ രീതിയിലുള്ള ഒരു പാട്ട്. അഖിലേ, എന്നോടോ? എഴുന്നേറ്റെ. ആ 4 പട്ടി എന്നില്ലേ? 4. ഒരു 4 4 ഒരു 4 4 24 24 4 കിടന്നാലും 4 4 4 എടാ 24 8 4 8. അതെ, അനക്ക് എഴുന്നേറ്റെ. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 2 4 8ന്റെ പണിയായത്. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 8 16. ആരുടെ? എന്റെ. എടാ 2 16 16 മൂക്കെട്ട് മൂക്കെട്ട് മൂക്കെട്ട്. ആ നോക്കട്ടെ. മര്യാദക്ക് 2 പേരും നാളെ പട്ടിയെ പിടിച്ചോണ്ട് വന്നേ. എടുക്കട്ടോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? മൈനെ കണ്ടു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അയ്യോ, എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറം പറ. ഹലോ. വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ്, വനജ ടീച്ചറിന്റെ പിതാവ്, ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ ടീച്ചറെ? മാറിയോ? അപ്പൊ പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പൊ പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ മതി. സിലബസ് മാറിയില്ലയോ? ഉടനെ പിതാവ് മാറുമോ? പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് മാറും. 6നെ 2 ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2 ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിന് പഠിക്കാൻ വരുവാടാ നീയൊക്കെ? വെടിക്കെട്ട് 2 ഡാം. കണക്കിന്റെ ബുക്ക് എടുത്തു നോക്ക്. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുത്തേ. സാറേ, ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുക്കാൻ പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി. ഇവിടെ മൈസൂർ. അത് പറഞ്ഞു പറഞ്ഞ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അതൊന്നും സാറിന് പറയാൻ തുടങ്ങി. എന്താ പറയുക? പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പിലോ? പോലീസുകാരല്ലേ? പോലീസുകാരാണ്. പോർച്ചുഗീസുകാർ. അതെനിക്കറിയത്തില്ല. അവരെഴുന്നേറ്റ് പറ. കപ്പൻപായിട്ട് കപ്പയെ കൊണ്ട് പുഴുങ്ങിത്തിട്ട് പായി കയറി കിടക്കാനാണോ അവര് വന്നത്? അന്നോടാ അല്ല, അങ്ങനെ സാധനം പായ് കപ്പലിൽ. അതാ ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര് പറ? അനന്ത് പറ. ഇവനാ? ഞാനോ? അയ്യോ സാറാണ് പിതാവ്. എപ്പോ സാർ അതിലെ വരുന്ന അന്നേരം അയ്യോ സാറോ അയ്യോ സാറോ. എടാ അതല്ല, ഞാൻ തരുന്ന വിക്രം സാരാഭായ്. വിക്രം സാരാഭായി. അയ്യോ, ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. ഉണ്ട്. അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിന്താസ്. പിന്താസോ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരവിൽ നിന്ന് എന്റെ ശരിയായിട്ടില്ല. പഠിക്കണോടാ. ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 ഉണ്ട്. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 നീ ഒന്ന് പറയുന്നു. കറക്റ്റ് പറ. അനന്ത് പറ. ചൈനയിലെ വെഞ്ചരൽ, വൻപയർ. ഇവിടെ അത് ചീത്തയാണത്. അയ്യോ, ഞാൻ മതിലെന്നാ പറഞ്ഞ. അങ്ങനെ മതിൽ എന്നാ പറഞ്ഞത്. ചൈനയുടെ
വൻമതിൽ. വൻമതിൽ. ആ തെറ്റിക്കരുത്. ഇല്ല ഇല്ല. രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് അഖില് പറഞ്ഞേ. കുട്ടപ്പനാര്? കുട്ടപ്പൻ നിന്റെ ഉപ്പാപ്പൻ. മറ്റേ ചരിഞ്ഞ് നിൽക്കുന്ന പിസ പിസ. വിസയല്ലടാ ബർഗർ. അത് തിന്നുന്ന സാധനമാ. എടാ അതിന്റെ പേരെന്തുവാന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയത്തില്ല, സാറ് പറ. വനജ ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്തോ? കുഴപ്പമില്ല. എന്തോ എന്താ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാ ടീച്ചർ. പിന്നീട് നോക്കാം. ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്ത്. അടുക്കള ഭാഗത്ത്. അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ, കൂടുതൽ അവിടെ കിട്ടുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കില്ലെന്ന് നോക്കാം. അമ്മ മഴയെ തുറക്കുവോ, ഇറക്കി വിടുവോ, എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമല്ലേ? ഇറങ്ങി വേടാ, ഇറങ്ങി വേടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ട് പോ, എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന, കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന എവിടെ? ലക്കട. ലക്കട? ലക്കട എന്നാടാ? ലക്കടി. ഞാൻ ആരെ അടി പോടിന്ന് വിളിക്കുന്നത്? ഞങ്ങൾ അമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്. ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടോ? സാറേ എനിക്കൊരു സംശയമുണ്ട്. എന്താ? എനിക്ക് സംശയം ചോദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തൻ വീട്. മറക്കാതെ എഴുതിയതാ അത്. എടാ അത് എന്റെ വീട്ടുപേരാണ്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരത് എന്തുവന്ന് എന്തിനു വരുവാടാ നീയൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ്. ദുഃഖ വാർത്തയോ? 16-ാം തീയതി ഞാൻ വിരമിക്കാൻ പോകും. അയ്യോടാ. സാറ് പറഞ്ഞു നിനക്ക് മനസ്സിലായോ? ഇല്ല. 16-ാം തീയതി സാറ് മരിക്കാൻ പോവാണ്. എന്നാ വല്ല കടം വല്ലതും കാണും. അങ്ങനാണെങ്കിലുണ്ടല്ലോ സാറിന് നെഞ്ചത്ത് റീത്ത വെക്കണം. റീത്ത അപ്പുറത്തെ ക്ലാസ്സില്. അതല്ലടാ, പൂ വെച്ച് ഉണ്ടാക്കി വെക്കത്തില്ലോടാ? അല്ല അത് ബൊക്ക ആണോ? വെക്കണോടാ, നമ്മളെ പഠിപ്പിച്ച സാറല്ലോടാ. എന്തുവാടാ പറയുന്നത്? സാറ് മരിക്കാൻ പോവാന്ന്. ഞാൻ മരിക്കാൻ പോവാന്നാണോ പറഞ്ഞത്? ഞാൻ വിരമിക്കാൻ പോവാണെന്ന്. വിരമിക്കാൻ പോവാന്ന്. ഓ എന്തുവാണ് അത് പറഞ്ഞപ്പോൾ മനസ്സിലാകത്തില്ല. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കും. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലത്താനെ ഇവിടെ ഐസക് ന്യൂട്ടന്റെ തല വേണം ആപ്പിളൊക്കെ തെറിച്ചു പോയെ വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ നിന്നാ മതി. ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലയോ?